അജീസ് ഐഡിയയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ്, ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 1 കപ്പ് കറിവേപ്പില, 2 കപ്പ് നാളികേരം ചിരവിയത്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായം പൊടി, പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. പരിപ്പും ഉഴുന്നുപരിപ്പും നന്നായിട്ട് കഴുകിയിട്ട് അത് കുറച്ച് നേരം വാലാൻ വെക്കണം. എന്നിട്ട് പിന്നെ അത് ചൂടായ ചീഞ്ചട്ടിയിലിട്ടിട്ട് നന്നായി വറുത്തിട്ട് എടുക്കണം. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അസലായിട്ട് വറുത്തിട്ട് ഒരു ഇളം ബ്രൗൺ നിറമാവണ വരെ നന്നായി വറുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ചിടണം. നല്ല ഫൈൻ പൊടിയാവണം, ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചിരകിയ നാളികേരം വറുത്തെടുക്കുക, ഒപ്പം കറിവേപ്പില എടുക്കുക. അസലായിട്ട് അടിപൊളിയായിട്ട് ഒരു ബ്രൗൺ നിറത്തിൽ നന്നായി വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ കായം പൊടി ഇടാം. വറുത്തതിന് ശേഷം അത് മാറ്റി വെച്ച് നന്നായി തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അധികം സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് തരി ആയാൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ പൊടിയിലേക്ക് ഈ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടിക്ക്. ചോറിന് വേണമെങ്കിൽ വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കാൻ നേരമില്ലെങ്കിൽ ഈ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്.